ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ 5ാം ക്ലാസ് മാത്തമാറ്റിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അഥവാ ഹരണ രീതികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈ വീഡിയോയിൽ പഠിച്ചെടുക്കാൻ പോവാണ്. സോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നേരെ അങ്ങോട്ട് കിടക്കാം. ആദ്യം എന്താണ് ഈ ഡിവിഷൻ, എന്താണ് ഈ ഹരിക്കൽ പരിപാടി എന്നുള്ള കാര്യം നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിരിക്കും. മക്കളെ, 4 മുട്ടായികളുണ്ട്, 4 ക്യാൻഡീസ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. നിങ്ങളെപ്പോലെ 2 കുട്ടികളുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും. ഈ 4 മുട്ടായികൾ ഈക്വലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ, 2 പേർക്കും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും എത്രയായിരിക്കും കിട്ടുക നിങ്ങൾ പറ, ആലോചിച്ച് നോക്കി. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നോക്കും. സിമ്പിളാണ് അല്ലേ? ഞാൻ ഇവന് 3 എണ്ണം കൊടുത്ത് ഈ കുട്ടിക്ക് 1 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 4 എണ്ണം ഡിവൈഡായി പോവും, പക്ഷേ ഈക്വൽ അല്ല കിട്ടുക. ഇവന് 3 എണ്ണവും ഈ കുട്ടിക്ക് 1 ആയി പോവും. അപ്പം അങ്ങനെ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലായിട്ട് കിട്ടണമെങ്കിൽ 2 എണ്ണം ഇവനും അല്ലേ, ബാക്കിയുള്ള 2 എണ്ണം ഈ കുട്ടിക്കും കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്കും ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഈസ് 2 പേർക്ക് ഈക്വൽ കിട്ടണമെങ്കിൽ ഈ 4 മുട്ടായികൾ ഓരോ ആൾക്ക് 2 എണ്ണം വീതം കൊടുക്കണം അല്ലേ. ഇവന് 2 എണ്ണം വേണം, ഈ കുട്ടിക്കും 2 എണ്ണം വേണം. ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ. ഡിവിഷൻ്റെ ഹരിക്കൽ എന്ന് പറഞ്ഞ പരിപാടിയുടെ കോൺസെപ്റ്റ്. ഇവിടെ നമ്മൾ എന്താണ് ഹരിച്ചത്? ഇവിടെ നമ്മൾ 4 മുട്ടായികളല്ലേ ടോട്ടൽ ഉണ്ടായിരുന്ന മുട്ടായികൾ എത്രയും 4 ആയിരുന്നു അല്ലേ. അതിനെ നമ്മൾ എത്ര ആയിട്ടാണ് ഹരിച്ചത്? 2 കുട്ടികളുണ്ടായിരുന്നു അല്ലേ, 2 പേരായിരുന്നു, 2 പീപ്പിൾ. ഇവിടെ 2 കുട്ടികളുണ്ടായിരുന്നു അല്ലേ, 2 പീപ്പിൾ ആയിരുന്നുണ്ട്. 2 പീപ്പിൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിനെ നമ്മൾ മാത്സിൽ എങ്ങനെ എഴുതുക? നമ്മൾ മാത്സിൽ 4 ഡിവൈഡഡ്, ഇത് എന്തിൻ്റെ ചിഹ്നമാണ് മക്കളെ? ഡിവിഷൻ്റെ ചിഹ്നമാണ് അല്ലേ, ഹരിക്കുന്നതിൻ്റെ ചിഹ്നമാണ് അല്ലേ. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. 4 മുട്ടായികൾ, ടോട്ടൽ 4 മുട്ടായികൾ 2 കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്ര വരിക? ആൻസർ 2 ആണ് വരിക. ഓരോ കുട്ടിക്ക് എത്ര കിട്ടും? ഓരോ കുട്ടിക്ക് 2 ക്യാൻഡീസ് കിട്ടും എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതൊരു മെത്തേഡ് വേണ്ടേ അല്ലേ? എപ്പോഴും ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് വേണ്ടേ? മെത്തേഡ് വളരെ സിമ്പിളാണ്. എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം? 4 ഡിവൈഡഡ് ബൈ 2, 4നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 2നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ 4 കിട്ടുകയെന്ന് ആലോചിച്ചാൽ മതി. ഈ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 4 കിട്ടുകയെന്ന് ആലോചിച്ചാൽ മതി. മക്കളെ, 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുക? 2ൻ്റെ ടേബിൾ നമുക്കറിയാം, 2 × 1 2 ആണ്, 4 കിട്ടുന്നില്ല. 2 × 2 ആണ് 4. അതായത് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ, 2നെ × 2 ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസറും എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ 2 ആയിരിക്കും. അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. 4 ഡിവൈഡഡ് ബൈ 2 ആൻസർ ഈസ് ഈക്വൽ 2. ഇങ്ങനെ കിട്ടും. നമ്മൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ വരികയാണ്, വാട്ട് ഈസ് 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത്ര ആലോചിച്ചാൽ മതി. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുമെന്ന് ആലോചിക്കാം. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുക? 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ മക്കളെ 10 കിട്ടുക. അപ്പോൾ ആൻസർ എന്താ? 5 ആണ് ആൻസർ. ഇത്രയുള്ള പരിപാടി അല്ലേ. അപ്പോൾ ഇത് പരീക്ഷയെ ചോദിക്കും കേട്ടോ. 10 മുട്ടായികൾ 2 കുട്ടികൾക്ക് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഓരോ കുട്ടിക്ക് എത്ര കിട്ടും? ഓരോ കുട്ടിക്കും 5 കിട്ടും. സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ. അങ്ങനെയാണ് വേറെ രീതിയിൽ നമുക്ക് വേറെ ചോദ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 6 ഡിവൈഡഡ് ബൈ 3, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സിമ്പിൾ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. 3നെ × 2 ചെയ്യുമ്പോഴല്ലേ, 3 × 1 = 3, 3 × 2 = 6. 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 6 കിട്ടുക. സോ 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഡിവിഷൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു വേർഡ് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം.
വേർഡ് പ്രോബ്ലം വായിച്ചു നോക്കാം. 40 liters of water was filled in 8 bottles of same size. How many liters of water will be there in each bottle? 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 40 ലിറ്റർ വെള്ളം ഒരു ടാങ്കിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ 8 കുപ്പികളിലേക്ക് അതിന് നമ്മൾ ഈക്വലായിട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണ് ഓരോ കുപ്പിയിലും എത്ര വെള്ളം ഉണ്ടാവും. നമ്മുടെ മുട്ടായി വിരിച്ചു കൊടുത്ത പോലെ അവിടെ നമ്മൾ 4 മുട്ടായി 2 കുട്ടികൾക്ക് കൊടുത്തത്, ഇവിടെ 40 ലിറ്റർ വെള്ളം എന്ത് ചെയ്തു? നമ്മൾ 8 കുപ്പികളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ, ടോട്ടൽ 40 അല്ലേ, അതിനാദ്യം എഴുതുക, ഡിവൈഡിൻ്റെ ചിഹ്നം എഴുതുക. എത്ര, ഇവിടെ ആൾക്കാരല്ല കുപ്പികളാണ് അല്ലേ? എത്ര കുപ്പികളാണുള്ളത്? 8 കുപ്പികളാണുള്ളത്. സോ 40 ഡിവൈഡഡ് ബൈ 8 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 40നെ 8 കൊണ്ട് ഹരിച്ചാലുള്ള ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി ആൻസർ മക്കളെ? പറ, എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? സിമ്പിളാണ്. നിങ്ങൾ ഇത് കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 കിട്ടുക എന്ന് ആലോചിച്ചാൽ മാത്രം മതി. 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മക്കളെ 40 കിട്ടുക? 8ൻ്റെ ടേബിൾ ആലോചിക്കണം. 8 × 1 8, 8 × 2 16, 8 × 3 24, 8 × 4 32, 8 × 5. വാട്ട് ഈസ് 8 × 5 മക്കളെ? 8 × 5 40 ആണ്. സോ ആൻസർ എത്രയാ? ആൻസർ 5 ഈസ് ദി ആൻസർ. ഓരോ ബോട്ടിലും എത്ര ലിറ്റേഴ്സ് ഉണ്ടാവും? 5 ലിറ്ററുകൾ ഉണ്ടാവും. ഓരോ ബോട്ടിലും 5 ലിറ്റർ ഉണ്ടാവും. 40 ലിറ്റർ വെള്ളം ഓരോ 8 ബോട്ടിലേക്ക് സ്പ്ലിറ്റ് ആക്കിയാൽ ഓരോ ബോട്ടിലും 5 അല്ലേ? നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടി. 5 ലിറ്റർ 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 വീതമുണ്ടാകും എന്ന ആൻസർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, റെഡി. അപ്പം ഈ സിമ്പിൾ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് 24 ഡിവൈഡഡ് ബൈ 2? 24നെ 2 കൊണ്ട് ഹരിച്ചാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മുടെ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഈ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുക എന്ന് ആലോചിക്കുക. പക്ഷേ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടുക? കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കാരണം 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 വരെ കിട്ടും നമുക്കറിയാം. ഇനിയിപ്പോൾ 2നെ 10 കഴിഞ്ഞിട്ടും പോകണം 24 എത്താൻ വേണ്ടി. 2 10 കൊണ്ട് മൾട്ടിപ്ലൈ തന്നെ 20 എത്തുന്നുള്ളൂ. 24 എത്താൻ വേണ്ടിയിട്ട് ഇനി 11 കൊണ്ടും 12 കൊണ്ടും 13 കൊണ്ടൊക്കെ ചിലപ്പോൾ മൾട്ടിപ്ലൈ നോക്കേണ്ടി വരും അല്ലേ? ഓൾറെഡി നിങ്ങൾക്ക് ഗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സാർ സംഭവം 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും നമുക്ക് ഗസ് ചെയ്യാം അല്ലേ? ഗസ് ചെയ്ത് നോക്കാം. 12 × 2 ചെയ്യാൻ അലൻ സാർ നിങ്ങളെ കഴിഞ്ഞ ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. 2 × 2 4, 2 × 1 സാർ 2, 24 കിട്ടും. അപ്പോൾ ആൻസർ 12 അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ എന്നാലും 2 × 12 നമുക്ക് ചെയ്യാം. പക്ഷേ ഈ 12ന് പകരം ഇവിടെ വല്ല 56 എങ്ങനെ ചെയ്യാം? നമുക്കത് കത്തണമെന്നില്ല അല്ലേ? ഇവിടുത്തെ നമ്പർ വല്ല 830 ഡിവൈഡഡ് ബൈ 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 830 കിട്ടുക? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അവിടെ 2 മെത്തേഡ് ആക്ച്വലി ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. ടെക്സ്റ്റ് ബുക്കിൽ പേരൊന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കും. ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ മെത്തേഡ് ഉണ്ട്, ചതുരം വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. രണ്ടും നമുക്ക് പഠിക്കണം. രണ്ടും പരീക്ഷയിൽ ചോദിക്കും. ഫസ്റ്റ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഡിവൈഡ് ചെയ്യേണ്ട ആളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെട്ടി, ഒരു പകുതി പെട്ടി ഇങ്ങനെ വരച്ചിട്ട് ആ പെട്ടിയുടെ കൂട്ടിലിടുക. ഡിവൈഡ് ചെയ്യേണ്ട ആളെ നമ്മൾ കൂട്ടിലിട്ടു. ആരെ കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അവനെ കൂട്ടിൻ്റെ പുറത്ത് ആ സൈഡിൽ എഴുതി വെക്കുക. സൈഡിൽ എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ ഈ 24ൻ്റെ കാര്യം വിട്. നിങ്ങൾ അതിൽ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 24ൽ ഫസ്റ്റ് ഡിജിറ്റ് സാർ 2 ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 കിട്ടുക? അയ്യേ സാർ, 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 കിട്ടുക ആണല്ലോ. അപ്പം നിങ്ങൾ മുകളിൽ 1 എന്ന് എഴുതുക. 2 × 1 ചെയ്താൽ എന്താ കിട്ടുക? സാർ 2 ആണ് കിട്ടുക. 2 × 1 2 ആണ് കിട്ടുമെങ്കിൽ ആ 2 ഇവിടെ താഴെ എഴുതി വെക്കുക. സിമ്പിൾ. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2ഉം 2 നിങ്ങൾ കാണുന്നില്ലേ, അത് നിങ്ങൾ മൈനസ് ചെയ്യണം. ഓക്കെ, 2ൽ നിന്ന് 2 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? സാർ 2ൽ നിന്ന് 2 കുറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും ഉണ്ടാവുക. 0. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, അപ്പുറത്തൊരു 4 കിടപ്പില്ലേ, അവനെ മറക്കരുത്. അവനെ താഴേക്ക് നിങ്ങൾ കൊണ്ടുവരും കൂടി വേണം. 4നെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു.
0 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് കേട്ടോ. അപ്പോൾ 4 ബാക്കി വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി സിമ്പിളാണ്. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുക എന്ന് ആലോചിക്കുക. സാർ സിമ്പിൾ. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുക. 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 കിട്ടുക. അപ്പം കൊണ്ട് എഴുതി വെക്ക്. 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ ആ 2 നമ്മളിതാ ഇവിടെ എഴുതി വെക്കുന്നു. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ എത്ര കിട്ടുക? 4 ആണ് കിട്ടുകയെങ്കിൽ 4 താഴെ എഴുതി വെക്കുക. ഒന്നും കൂടി മൈനസ് ചെയ്തേക്ക്. 4 - 4 എത്രയാ? 0 കിട്ടില്ലേ? 0 0. ഈ 0 ഇവിടെ എഴുതി, ഈ 0 ഇവിടെ എഴുതി, മൊത്തത്തിൽ 0 ആണ് കിട്ടിയത്. 0 നമുക്ക് താഴെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എവിടെ ഉണ്ടാവും? ആൻസർ ഇവിടെ ഉണ്ടാവും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ശരിയല്ലേ? 12 അല്ലേ നമ്മുടെ ആൻസർ? യെസ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് വിളിക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സാർ ഇത്രയും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ 12 കിട്ടാൻ വേണ്ടിയിട്ട്? നമ്മളിതാ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കിട്ടിയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് പഠിക്കണം. കാരണം വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമ്മുടെ വെറുതെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഉള്ള പരിപാടി നടക്കില്ല. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് 2-3 ചോദ്യങ്ങളൂടെ ചെയ്യാം. കാരണം പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് 75 ഡിവൈഡഡ് ബൈ 5 മക്കളെ? വെറുതെ ഈ മെത്തേഡിൽ ചെയ്ത് നോക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കി. 75 പെട്ടിയുടെ ഉള്ളിലിടുക, 5 പെട്ടിയുടെ പുറത്തിടുക. ഫസ്റ്റ് നിങ്ങൾ ഒരു ഡിജിറ്റിനെ മാത്രം കൺസിഡർ ചെയ്യുക. 7. 5 ഇൻറ്റു എത്രയാ? 7. 5 ഇൻറ്റു 1 7 അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5 ഇൻറ്റു എന്തോ 7ൻ്റെ തൊട്ട് താഴെയെങ്കിലും കിട്ടുമോ? അത് കിട്ടും അല്ലേ? 5 ഇൻറ്റു 1 ചെയ്താൽ 5 കിട്ടും. അത് 7ൻ്റെ തൊട്ട് താഴെ മതി. 5 ഇൻറ്റു 1 ചെയ്താൽ 5 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി മൈനസ് ചെയ്യണം അല്ലേ? ഇങ്ങനെ മൈനസ് ചെയ്യേണ്ടത് 7 - 5. വാട്ട് ഈസ് 7 - 5? 7 ന്ന് 5 പോയാൽ 2 ബാക്കി. 2 ഇവിടെ എഴുതുക. മാത്രമല്ല ഈ 5നെ മറക്കരുത്. 5നെ ഇതാ ഇവിടേക്ക് കൊണ്ടുവരും കൂടി വേണം. ഇനി സിമ്പിളാണ് കാര്യം. 5 ഇൻറ്റു ഇനി ഒറ്റയടിക്ക് നോക്കിയാൽ മതി അല്ലേ? കാരണം 5ൻ്റെ ടേബിളിലുള്ള ആളാണ് 25. 5 ഇൻറ്റു എത്ര? 25. ഒറ്റയടിക്ക് ചെയ്യും. 5 ഇൻറ്റു 5 ആണ് സാർ 25 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 5 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 25 ഡയറക്റ്റ് കിട്ടും. 25 - 25 0 0 കിട്ടി. നമ്മുടെ ആൻസർ എവിടെ ഉണ്ടാവും? ആൻസർ ഇതാ 15 ഇവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് 75 ഡിവൈഡഡ് ബൈ 5 ഈസ് 15 എന്നുള്ളതിനെ പഠിച്ചു. സിമ്പിൾ പരിപാടി. ഇത്രയുള്ള പരിപാടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പറിൻ്റെ വലിപ്പം ഒരു നമ്പറും കൂടി ചെയ്യാം. ഇത് സെറ്റ് ആവും. ഓക്കെ. 96 ഡിവൈഡഡ് ബൈ 6 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? സെയിം മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. 96 പെട്ടിയുടെ ഉള്ളിൽ എഴുതുക, 6 പെട്ടിയുടെ പുറത്ത് എഴുതുക. ഒരു ഡിജിറ്റ് മാത്രം ആദ്യം കൺസിഡർ ചെയ്യുക അല്ലേ? 9 എന്തായാലും 6-ലില്ല. കാരണം 6 ഇൻറ്റു 1 6 ആണ്. 6 ഇൻറ്റു 2 12 ആണ്. പക്ഷെ കുഴപ്പമില്ല. 6 ഇൻറ്റു 1 6 അല്ലേ? അത് എഴുതിയാൽ മതി. 6 ഇൻറ്റു 1 6. 6 ഇൻറ്റു 1 ചെയ്താൽ 6 കിട്ടുന്ന എഴുതുക. മൈനസ് ചെയ്യുക. 9 6 പോയാൽ 3 ബാക്കി. ഈ 6ൻ്റെ കാര്യം മറക്കരുത്. താഴേക്ക് എഴുതി വെക്കണം. 36. അത് സിമ്പിളല്ലേ? 6 ഇൻറ്റു 6 36 ആണ്. ഒറ്റയടിക്ക് തീർക്കാം. 6 ഇൻറ്റു 6 36 തന്നെ കിട്ടും. മൈനസ് ചെയ്താൽ 0 0. സോ ആൻസർ എത്രയാണ് മക്കളെ? 16. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം പരീക്ഷ വന്നു കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾ ചെയ്യണം. പരീക്ഷ വരികയും ചെയ്യും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ റെക്റ്റാങ്കിൾ മെത്തേഡ് പഠിക്കും. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത് റിമൈൻഡേഴ്സ് ആണ്. റിമൈൻഡേഴ്സ് അഥവാ മിച്ചം. മടങ്ങ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. ഞാൻ കാണിച്ചത് എന്താണ് മിച്ചം. എന്താ മിച്ചം എന്ന് പറഞ്ഞാൽ? ഇമാജിൻ ചെയ്യും, നമ്മൾ ആദ്യം നമ്മളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, 4 മുട്ടായി 2 പേർക്ക് ഈക്വലായി വിധിക്കുകയാണെങ്കിൽ എത്ര കിട്ടുന്നു? ഈ പ്രാവശ്യം 5 മുട്ടായി എടുത്തു. ഈ 5 മുട്ടായി ഈ 2 കുട്ടികൾക്ക് ഈക്വലായിട്ട് വീതിക്കണമെങ്കിൽ ഓരോ കുട്ടിക്ക് എത്ര കിട്ടും നിങ്ങൾ പറ. ഈക്വൽ ആവണം കേട്ടോ, ഈക്വൽ ആവണം. മുട്ടായി മുറിക്കാൻ പറ്റില്ല, മുട്ടായി പകുതി ആക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഫുള്ള് കൊടുക്കണം, അല്ലെ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പറ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നോക്കി. സിമ്പിൾ. ഇവിടെ 1 2 3 4 5 എണ്ണം ഉള്ളത്. 3 എണ്ണം ഇവന് കൊടുത്തു, 2 എണ്ണം ഈ കുട്ടിയും കൊടുക്കാം. പക്ഷെ അപ്പോൾ പക്ഷേ ഇത് 3 2 ആയി 2 പേർക്ക് ഈക്വൽ അല്ല. 3 എണ്ണം ഈ കുട്ടിക്ക് കൊടുത്ത് 2 എണ്ണം ഇവന് കൊടുത്താലും പ്രശ്നമാണ്. അപ്പം പിന്നെ വേറൊരു വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 എണ്ണം ഇവന്, ഈ 2 എണ്ണം ഈ കുട്ടിക്ക്, ഇത് മുറിച്ചു കൊടുക്കാം. പക്ഷെ മുറിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അരായിട്ട് കൊടുത്താലും ഈക്വലായിട്ട്, പക്ഷെ മുറിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറയും ഇത് 2 ഇവന് കിട്ടും, കൊടുക്കാം. ഇത് 2 ഇവൾക്ക് കൊടുക്കാം.
എന്നിട്ട് ഇതെന്താണ്, ഇത് ബാക്കി വെക്കേണ്ടി വരും. മുറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്ത് ചെയ്യേണ്ടി വരും, ഇത് ബാക്കി വെക്കേണ്ടി വരും. ഇതാണ് റിമൈൻഡർ, ഇതാണ് നമ്മുടെ മിച്ചം. അപ്പോൾ എക്സാക്ട്ലി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഒരെണ്ണം ബാക്കി വെക്കേണ്ടി വരും. ശരിയല്ലേ? അല്ലേ? ഇതിപ്പോൾ മുറിക്കാനും പറ്റൂല എന്നാണെങ്കിൽ, മുറിക്കാനും പറ്റൂല, എക്സാക്ട്ലി രണ്ടുപേർക്ക് ഒന്നെ ഒരേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഒരെണ്ണം ബാക്കി വന്നേ പറ്റുള്ളൂ. അതാണ് റിമൈൻഡർ. ഇതാണ് റിമൈൻഡറിൻ്റെ കോൺസെപ്റ്റ്. ഇത് നമ്മൾ മാത്സിൽ ഈ ചോദ്യം ഇങ്ങനെ മാത്സിൽ നമ്മളാക്കുക. 1, 2, 3, 4 5 മുട്ടായി. 5 മുട്ടായി എത്ര പേർക്ക്? വീണ്ടും 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ മക്കളെ? അതിൻ്റെ ആൻസർ എങ്ങനെ പിടിക്കുക? നമ്മൾ സാധാരണ എങ്ങനെ ചെയ്തത്? 2 ഇൻറ്റു എന്താണ് 5 എന്ന് ചെയ്ത് നോക്കൂലേ? വാട്ട് ഇസ് 2 ഇൻറ്റു എന്താ 5? 2 ഇൻറ്റു 1 5 അല്ല. 2 ഇൻറ്റു 1 2 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. 2 ഇൻറ്റു 3 6 ആണ്. അതിൽ 5 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കും. 5 ഉള്ളിലിടുക, 2 പുറത്ത് എഴുതുക. നമ്മളെങ്ങനെയാണ് ചെയ്യുക? 5 കിട്ടണ്ട, പക്ഷേ തൊട്ടടുത്ത നമ്പർ ഏതാ? 4 കിട്ടില്ലേ? അല്ലേ? ഇൻറ്റു 2 ചെയ്താൽ 4 കിട്ടില്ലേ? അപ്പം മുകളിൽ ഇൻറ്റു 2 എഴുതുക. 2 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു 2 4 കിട്ടും. 4 കിട്ടും. 5 മൈനസ് 4 എത്രയാണ് വരിക? 5 മൈനസ് 4 1 വരും. അപ്പം ഈ 1 എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നത് എന്താണ്? അതാണ് നമ്മുടെ റിമൈൻഡർ, നമ്മുടെ മിച്ചം. റിമൈൻഡർ അഥവാ നമ്മുടെ മിച്ചം. ഇങ്ങനെയാണ് റിമൈൻഡർ കണ്ടുപിടിക്കുക. അല്ലേ? റിമൈൻഡർ 1 അല്ലേ വന്നത്? ഒരു മുട്ടയായിരുന്നു റിമൈൻഡർ വരുന്നത്. അത് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. എന്ന് മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ സാർ ഈ 5 ഡിവൈഡ് ബൈ 2 നമ്മളിപ്പോൾ എങ്ങനെ എഴുതുക? അത് സിമ്പിളാണ്. ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ 2 ഇൻറ്റു 2 ചെയ്താൽ, അല്ലേ? 2 ഇൻറ്റു 2 ചെയ്യുക, അതായത് ഇവ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ 5 കിട്ടുമോ? 5 കിട്ടില്ല. അപ്പോൾ 4 കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഈ 1 റിമൈൻഡറായ 1 നമ്മൾ ആഡ് ചെയ്താൽ, 1 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5 കിട്ടും. ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. അപ്പം ഈ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഈക്വലായിട്ട്. പക്ഷേ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് റിമൈൻഡർ 1 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കൂടി മൾട്ടിപ്ലൈ 2 ഇൻറ്റു 2 പ്ലസ് ഈ റിമൈൻഡറും കൂടി എഴുതിയാൽ നമുക്ക് 5 കിട്ടും എന്ന് കാണിക്കാൻ പറ്റും. ആ രീതിയിൽ കാണിക്കാൻ പറ്റും. ഇതിൽ ആരായിരിക്കും റിമൈൻഡർ? ആരായിരിക്കും മക്കൾ റിമൈൻഡർ? ഈ പ്ലസ് ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ മിച്ചം അഥവാ റിമൈൻഡർ. എപ്പോഴും നോക്കിക്കോട്ടോ, ഇതായിരിക്കും റിമൈൻഡർ. ഓക്കെ, നമുക്ക് 2-3 ചോദ്യം കൂടെ എക്സ്ട്രാ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. വാട്ട് ഈസ് 21 ബൈ 5 ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ കിട്ടുക? എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം 5 ഇൻറ്റു 4 ചെയ്താൽ 20 കിട്ടും, 21 കിട്ടില്ല ഒരിക്കലും. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും എന്ന് പറ? മിച്ചം എത്രയായിരിക്കും? സിമ്പിളാണ്. നമ്മുടെ മെത്തേഡ് ഉപയോഗിക്കുക. 21 5 4 ചെയ്താൽ 20 കിട്ടും. -1 ചെയ്താൽ മൈനസ് 21 മൈനസ് 20 ചെയ്താൽ 1 മൈനസ് 0 1 ആയിരിക്കും. 2 മൈനസ് 2 ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ റിമൈൻഡർ എന്താ കിട്ടുക മക്കളെ? പരീക്ഷ ചോദിക്കും. എന്താണ് മിച്ചം കിട്ടുക? റിമൈൻഡർ ഈസ് 1. മിച്ചം എത്രയാ? 1 ആണ്. പരീക്ഷയെ പറയും ഇത് ടൈംസ് ആയിട്ട് എഴുതാൻ പറയും. ഈ ഒരു ചോദ്യം ടൈംസ് അല്ലെങ്കിൽ മടങ്ങിൽ എഴുതാൻ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് മടങ്ങിൽ എഴുതിയത്? 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 4 5നെ 4 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് റിമൈൻഡർ അതിലേക്ക് ചേർക്കണം. റിമൈൻഡർ ആഡ് ചെയ്യുക, +1 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കോളും? നമുക്ക് ഈ 21 കിട്ടും. ശരിയല്ലേ? നോക്കിക്കേ, 5 ഇൻറ്റു 4 ചെയ്താൽ 20 കിട്ടും. 20 + 1 ചെയ്ത് 21. അപ്പം മടങ്ങിൽ അഥവാ ടൈംസ് ആയിട്ടൊക്കെ എഴുതാൻ പറഞ്ഞ ഈ ഒരു ചോദ്യം മടങ്ങായി അല്ലെ ടൈംസ് ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ എക്സാമിനറിൻ്റെ എല്ലാ കുട്ടികളും എഴുതി വെച്ചോളുവോ? എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ റിമൈൻഡറിൻ്റെ പരിപാടി നമ്മൾ പഠിച്ചു. ഇനി ഒരൊറ്റ കാര്യം കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അത് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്റ്റാങ്കിൾ ഡിവിഷൻ അഥവാ ചതുരഹരണം. ഡിവിഷൻ്റെ ഒരു മെത്തേഡ് നമ്മളിപ്പോൾ പഠിച്ചതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. വേറൊരു മെത്തേഡാണ് റെക്റ്റാങ്കിൾ ഡിവിഷൻ. സാർ 2 മെത്തേഡും കൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ റെക്റ്റാങ്കിൾ ഡിവിഷനാണ് കൂടുതൽ പരീക്ഷ ചോദിക്കുക. എന്നാൽ ഈ ലോങ് ഡിവിഷൻ മെത്തേഡാണ് നമുക്ക് ജീവിതത്തിൽ ഇനി കുറേ ആവശ്യമുള്ളത്. 6, 7, 8 ക്ലാസ് 9 എത്തുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാവുന്ന ലോങ് ഡിവിഷൻ മെത്തേഡാണ്. കാരണം വലിയ നമ്പേഴ്സിന് ലോങ് ഡിവിഷൻ മെത്തേഡാണ് എളുപ്പം. എന്നാൽ പരീക്ഷയിൽ റെക്റ്റാങ്കിൾ ഡിവിഷൻ ചതുരഹരണം ചോദിക്കുന്നതുകൊണ്ട് നമുക്കതും പഠിച്ച് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാം, വളരെ ഈസിയാണ്.
24/2 ലോങ് ഡിവിഷനിൽ നമ്മൾ പഠിച്ചു. എങ്ങനെ നമ്മൾ ചെയ്യാം? 24 ഉള്ളിൽ എഴുതും, 2 പുറത്ത് എഴുതും, 2 മാത്രം നമ്മൾ നോക്കും. 2 1s are 2, 2 മൈനസ് ചെയ്താൽ 0 കിട്ടും. 4 ഇവിടേക്ക് എഴുതുക, 2 × 2 4, 4 - 4 0 അല്ലേ? ഇത് 0 എന്താണ് 0 താഴേക്ക് എഴുതും. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇത് നമ്മൾ ഓൾറെഡി ചെയ്താണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഇതിങ്ങനെയാണ് നമ്മൾ ലോങ് ഡിവിഷനിൽ ചെയ്തത്. റെക്റ്റാങ്കിൾ ഡിവിഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? ചതുരഹരണത്തിൽ എങ്ങനെ ചെയ്യാം? അവിടെ നമ്മൾ 24 പെട്ടിയിൽ തന്നെ എഴുതും. ഒരു വലിയ പെട്ടി ആദ്യം വരയ്ക്കുക കേട്ടോ. അങ്ങനത്തെ റെക്റ്റാങ്കിൾ ചതുരം വരയ്ക്കുക. 24 മുഴുവൻ എഴുതും. ഡിവൈഡ് ചെയ്യുന്ന ആളില്ലേ, ആരെക്കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നത്, ഹരിക്കുന്നത്, അവനെ നിങ്ങൾ മുകളിൽ എഴുതണം, സൈഡിലല്ല മുകളിൽ എഴുതണം. എന്നിട്ട് ഈ 24നെ ഓരോരോ ആൾക്കാരായിട്ട് ചിന്തിക്കരുത്. നമ്മളവിടെ 2 മാത്രമായിട്ട് ചിന്തിച്ചിട്ട് 2 × 1 എത്രയാ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചിന്തിക്കരുത്. 24 ഒറ്റ ആളായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, 2 എന്ത് ചെയ്താലാണ് 24ൻ്റെ മാക്സിമം അടുത്ത് കിട്ടുക നിങ്ങൾക്കറിയാം? 2ൻ്റെ ടേബിൾ 10 വരെ ടേബിൾ നിങ്ങൾക്ക് അറിയില്ലേ? 2 × 10 ചെയ്താൽ 20 കിട്ടും നമുക്കറിയാലോ. 2 × 10 ചെയ്താൽ 20 കിട്ടുമെന്ന് അറിയാലോ. അപ്പോൾ ചെയ്യ്, 2 × 10 ഇവിടെ എഴുതുക, ചെയ്താൽ എന്ത് കിട്ടും? 20 കിട്ടും അല്ലേ? അപ്പോൾ എഴുതി വെക്കുക. ഇനി സാർ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ലോങ് ഡിവിഷനിൽ ചെയ്ത പോലെ തന്നെ മൈനസ് ചെയ്യാം. 24 - 20 വാട്ട് ഈസ് ആൻസർ? സിമ്പിൾ അല്ലേ? 2 - 2 0 ആണ്, നമ്മൾ എഴുതുന്നില്ല. 4 - 0 എത്രയാ? 4 - 0 4 ആയിരിക്കും. 4 കിട്ടി. ഇനി എളുപ്പമല്ലേ? ഈ 4 കിട്ടാൻ വേണ്ടി 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സാർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 ആണ് അല്ലേ? അപ്പോൾ 2 × 2 ഇവിടെ സൈഡിൽ എഴുതണേ. 2 എന്താണ്? 4 ആണ് കിട്ടുക. അയ്യേ, ഇനി വീണ്ടും മൈനസ് ചെയ്യുക. 4 - 4 0 കഴിഞ്ഞു. 0 കിട്ടുന്നവരെ ചെയ്യുക. കഴിഞ്ഞു. സാർ ആൻസർ എന്താ? ആൻസർ എവിടെ ഉണ്ടാവുക? ആൻസർ കിട്ടാൻ ഈ 10ഉം 2ഉം അല്ലേ സൈഡിൽ എഴുതിയത്? ആ 10നെ 2നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയോ മക്കളെ. 10 + 2 എന്തായിരിക്കും കിട്ടുക? അത് താഴെ എഴുതുക കേട്ടോ. 10 + 2 12. ആ 12 ആയിരിക്കും ആൻസർ. 12 ആൻസർ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്, ലോങ് ഡിവിഷനിൽ ചെയ്താണ്. പക്ഷേ റെക്റ്റാങ്കിൾ ഡിവിഷനിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതും പഠിക്കണം, എക്സാമിൽ ചോദിക്കും. ഇത് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ 24 തരും, ഇവിടെ 4 തരും, എന്നിട്ട് ഇവിടെ വാട്ട് ഈസ് ദ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് ചോദിക്കും. ഇവിടെ എന്താണ് നമ്പർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് അറിയണ്ടേ മെത്തേഡ്? മനസ്സിലല്ലേ? അതിനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ മെത്തേഡിൽ 2-3 ചോദ്യം കൂടി ചെയ്തിട്ട് അതുകൊണ്ട് 100% സെറ്റാക്കാം. വീഡിയോ പോസ് ചെയ്ത് ഇതൊന്ന് ട്രൈ നോക്കിക്കുക. റെക്റ്റാങ്കിൾ മെത്തേഡിൽ 52 ഉള്ളിൽ എഴുതുക, 4 സൈഡിലല്ല മുകളിലായിട്ടോ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ 5 മാത്രമായിട്ട് ചിന്തിക്കില്ല, നമ്മൾ 52 തന്നെ ചിന്തിക്കും. എന്നിട്ട് 4ൻ്റെ ഏറ്റവും 52 എത്താൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള ആളാരാണ്? 4ൻ്റെ നമുക്ക് 10 വരെയല്ലേ ടേബിൾ അറിയുള്ളൂ മക്കളെ. 10 വരെയല്ലേ നമുക്ക് ടേബിൾ അറിയുള്ളൂ. 4 × 10 40 എന്നല്ലേ നമുക്ക് അറിയുള്ളൂ. 11 നമുക്ക് ടേബിൾ അറിയില്ലല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം. 4 × 11 ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. പക്ഷേ അത് ചെയ്യണ്ട. 4 × 10 40 അറിയില്ലേ? മതി. 4 × 10 ചെയ്താൽ 40 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സാർ മൈനസ് എങ്ങനെയാണ് ചെയ്യുക? മൈനസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? 2 - 0 2 തന്നെ. 5 - 4 1 12 എന്ന് കിട്ടും. ഇനി എളുപ്പമായ കാര്യങ്ങൾ. 4 × എത്രയാണ്? 12. അത് നമുക്കറിയാം. 4 × 3 ചെയ്താൽ 12 കിട്ടും. തീർക്ക് 4 × 3 ചെയ്താൽ 12 കിട്ടും. ദാറ്റ് ഈസ് 12 - 12 ഈസ് 0 0 അല്ലേ? രണ്ടിടത്തും 0 ആണ് കിട്ടുക. അപ്പോൾ ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടി. ആരാണ് ആൻസർ ഉണ്ടാവുക? ഇതിനെയും കൂടെ ചേർക്കണം. 10 + 3 ആണ്. ദാറ്റ് ഈസ് 13 ആയിരിക്കും ആൻസർ. സോ 52 / 4 ആൻസർ എത്രയാണ് മക്കളെ? 13 ആണ് ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, റെക്റ്റാങ്കിൾ ഡിവിഷൻ്റെ ഒരൊറ്റ ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ല, 2 ചോദ്യം കൂടെ ചെയ്യാം അല്ലേ? 2 ചോദ്യം കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനലാക്കാം. 2 ചോദ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ചാപ്റ്റർ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചോദ്യം പരീക്ഷ ഒന്ന് ഉത്തരം കൊടുക്കാൻ പറ്റും കേട്ടോ. 96 / 6 സെയിം രീതി. വീഡിയോ പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. 96 പെട്ടിൻ്റെ ഉള്ളിൽ എഴുതുക, 6 മുകളിൽ എഴുതുക. നിങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ട 6ൻ്റെ ഏറ്റവും വലിയ നമുക്കറിയുന്ന 10 അല്ലേ? 6 × 10 അല്ലേ നമുക്കറിയാം. അത് എഴുതി വെച്ചാൽ മതി അല്ലേ? 6 × 10 60 മതി. 6 × 10 60 മതി. മൈനസ് ചെയ്യാൻ മറക്കരുത്. 6 - 0 6 തന്നെ. 9 - 6 3 തന്നെ. ഇനി എളുപ്പമാണ്, കാരണം 6 × എത്രയാണോ? 36. 6 × 6 അല്ലേ മക്കളെ? 36. 6 × 6 ആണ് 36. തീർക്ക്. 6 × 6 36 മൈനസ് ചെയ്താൽ 0 0.
ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക? 10 + 6. ഇവിടെ ഉള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. 10 + 6 16. 16 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 96 / 6 = 16 is the final answer. ഒരൊറ്റ ചോദ്യം കൂടി ചെയ്താൽ ഈ ഡിവിഷൻ മെത്തേഡിൽ നിന്ന് എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? റെക്റ്റാങ്കിൾ മെത്തേഡിൽ നിന്ന് എന്ത് വന്നാലും ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ തന്നെ എന്ത് വന്നാലും ചെയ്യാൻ പറ്റും. 135 / 4 ഇതെങ്ങനെ ചെയ്യാം? വീണ്ടും സെയിം പരിപാടി. 135 ഇവിടെ എഴുതി വെക്കുക, 4 മുകളിൽ എഴുതി വെക്കുക. ഇവിടെ നിങ്ങൾ ഒറ്റയടിക്ക് ആലോചിച്ച് നോക്ക്. 4 × എന്താണ് 130 കിട്ടുക? സാർ 4 × ഒന്നും 130 കിട്ടാനുള്ള വഴിയില്ല. പക്ഷെ 120 കിട്ടാനുള്ള വഴിയുണ്ടോ? ഉണ്ട്. എങ്ങനെയാ ചോമക്കളെ? 130യുടെ കാര്യമൊക്കെ വിട്. 13 താഴെ 12 അല്ലേ? നമുക്കറിയാം 4 × 3 എത്രയാ? 4 × 3 എത്രയാ? 12 ആണ് അല്ലേ? 12 കിട്ടിയോണ്ട് കാര്യമില്ല. ഇവിടെ 130യിലൊക്കെയാണ് പോകുന്നത്. കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 4 × 3 ചെയ്യണ്ട, 30 ചെയ്തോ. 4 × 30 എന്താ? 4 × 3 12 ആണ്. ഈ 0 കൂടി എഴുതി 120 കിട്ടില്ലേ? 120 ഉണ്ടാക്കാൻ പറ്റില്ലേ? 4നെ 30 കൊണ്ട് ഗുണിച്ച് 120 കിട്ടില്ലേ? ആ കിട്ടും. 120 എന്ന് പറഞ്ഞാൽ 135 അടുത്തല്ലേ? മതി മതി മതി. 4 × 30 ചെയ്താൽ 120 കിട്ടും. മതി മതി, അത്ര എത്തിച്ചാൽ മതി. ഇനി നമുക്ക് ചെയ്യാൻ ബാക്കി. -u. What is 5 - 0? 5 - 0 is 5. What is 3 - 2? 3 - 2 1 ആണ്. പിന്നെ 1 - 1 നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആണ്. 15 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങളാലേക്ക് 4 × 1 15 അല്ല, പക്ഷെ 4 × 15ൻ്റെ അടുത്തെത്താൻ പറ്റിയ ആളാരാ? 4 × 3 ചെയ്യാം. 4 × 3 ചെയ്താൽ നിങ്ങൾക്ക് 12ലേക്ക് എത്തിക്കാം. 12ലേക്ക് എത്തിച്ചു. ഓക്കെ. മൈനസ് ചെയ്യുക. 15 - 12 എത്രയാണ് മക്കളെ? 15 - 12 3 ആണ്. അയ്യോ സാർ, 4 × 1 3 കിട്ടില്ലല്ലോ. കിട്ടില്ല, കുഴപ്പമില്ല. 3 ആരാടോ? 3 റിമൈൻഡർ ആണ്. 3 റിമൈൻഡർ ആണ്. കാരണം 135നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റിമൈൻഡർ വന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റിമൈൻഡർ 0 വരണം എന്നില്ല, റിമൈൻഡർ ഇങ്ങനെ വരും. അപ്പം അതിനർത്ഥം 135നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ടൈംസ് എത്രയായിരിക്കും? മിച്ചമല്ല, ടൈംസ് എത്രയായിരിക്കും? റിമൈൻഡർ മിച്ചം നമ്മൾ എഴുതിയിട്ടുണ്ട്, മിച്ചം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൈംസ് എത്രയായിരിക്കും? 30 + 3 33. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കുകയാണ് ഇതിനെ ടൈംസ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? സിമ്പിൾ അല്ലേ? എങ്ങനെ എഴുതുക? ഈ 4നെ ഈ 33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 33 ചെയ്യുക. എന്നിട്ട് എപ്പോഴും ഓർക്കണം, റിമൈൻഡർ മിച്ചം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിച്ചം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതെന്ത് തന്നോളും? ഈ 135നെ തന്നോളും. നിങ്ങൾ വേണം ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ട്രൈ ചെയ്ത് നോക്കിയോ. 4 × 33 ചെയ്തിട്ട് 3 അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 135 കിട്ടും. അപ്പോൾ ഈ നമ്പറിനെയും നിങ്ങൾ ഗുണിക്കുക. എന്നിട്ട് അതിലേക്ക് മിച്ചം റിമൈൻഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൈംസിൽ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എഴുതണം. നേരെ തിരിച്ചു എഴുതാം കേട്ടോ. 135 = ഇങ്ങനെ എഴുതാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലായെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ മക്കളെ, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു.